ചക്കരക്കുന്നിൽ തേന്മഴ പെയ്യുന്ന അവസ്ഥയിലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ചയും ആശുറാവും ഒരുമിച്ചുകൂടിയിരിക്കുന്നു. വലിയ വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണത്. വെള്ളിയാഴ്ചയാണെങ്കിലോ അതും അതിലേറെ വലിയ വിഷയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖൈറുൽ അയ്യാം തത്ലു ഫീ ശംസ്. ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമുള്ളതാകുന്നു എന്ന്. സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസങ്ങളും അതിൽ ഏറ്റവും പുണ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഫീഹി ഖുലിഖ ആദം. ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, വഫീഹി ഉദ്ഖിലൽ ജന്ന. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്. മറ്റൊന്ന്, ഈ ലോകത്തിനൊരു അവസാനം ഉണ്ടാകും, അത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. അതുപോലെ തന്നെ ജനങ്ങളൊക്കെ, വിശ്വാസികൾക്ക് ഓരോ ആഴ്ചകളിലും ഒരുമിച്ച് കൂടി സുഖാന്വേഷണങ്ങൾ നടത്താനും പരസ്പരം കണ്ടുമുട്ടാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം പുതുക്കുവാനും ഒക്കെ ഇജ്തിമായി ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഈ പുണ്യദിനം എന്ന് പറയുന്നത്. തന്നെയുമല്ല, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ഈ ദിവസത്തിലൊരു പ്രാർത്ഥനയ്ക്കൊരു സമയമുണ്ട്. അതിൽ തീർച്ചയായും ഉത്തരം നൽകപ്പെടും എന്ന് പറയപ്പെടുന്നുണ്ട് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതൊക്കെയാണ് വെള്ളിയാഴ്ചയുടെ മഹത്വമുള്ള. അതേപോലെ ആശൂറായിനാണെങ്കിലോ അതിനും അതിലേറെ വലിയ പുണ്യങ്ങളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നോമ്പിന്, ആശൂറാ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മൂസാ നബിയെ രക്ഷപ്പെടുത്തിയപ്പോഴുള്ള നോമ്പാണ്. നമ്മളാണത് നോക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് പറയുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ രക്ഷപ്പെട്ട ദിവസമായി ഈ നോമ്പ് നോക്കുന്ന ദിവസമാക്കി വലിയ പ്രധാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ. തന്നെയുമല്ല, ധിക്കാരിയായ ഫറോവയെ, ധിക്കാരിയായ ഫിറൗനിനെ അവന് ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്തത് ഈ പറയപ്പെടുന്ന മുഹറം 10 ദിവസത്തിലാണ് എന്ന് പറയപ്പെടുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് രണ്ടും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ രണ്ടും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ വിശ്വാസി എന്ത് ചെയ്യണം? ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് ആശൂറ ആണ് എന്ന് പറയുന്നതിലുപരി, നല്ല ദിവസമാണ് എന്ന് പറയുന്നതിലുപരി നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. ഇന്നും മഗ്‌രിബ് വരെ ഈ സമയമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നോമ്പിന്റെ കാര്യം വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചത് ഖുർആൻ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ തറാൽ ജംഅൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ഇതൊരു വലിയൊരു സംഭവമാണ്. ആളുകളുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിക്കുമ്പോഴേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഫലമ്മാ തറാൽ ജംഅൻ, 2 വിഭാഗം ആളുകളും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ, ഏതാ 2 വിഭാഗം എന്നറിയും? ഒന്ന് മഹാനായ കലീമുല്ലാഹി മൂസാ പ്രവാചകനും 6 ലക്ഷത്തോളം വരുന്ന അനുയായികളും, മറ്റുള്ളവോ ശക്തനായ ഫിർഔനും അവന്റെ കൂടെയുള്ള പട്ടാളവും. ഇവർ ഓടി വന്ന അവസാനം ചെങ്കടലിന്റെ വക്കിലെത്തുമ്പോൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയാതെ ലക്ഷക്കണക്കിന് അനുയായികളുമായി മൂസാ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ, മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, നമ്മൾ പിടികൂടപ്പെടാൻ പോകുന്നു. നമ്മൾ ആരിൽ നിന്നാണോ രക്ഷപ്പെട്ട് ഓടിയത് അവർ നമ്മുടെ പിന്നാലെ വന്നിരിക്കുന്നു. ഇനി മുന്നിലേക്കുള്ള ഈ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുകയല്ലാതെ രക്ഷപ്പെടാൻ വഴികളില്ലെന്ന് അവർ പറയും. 6 ലക്ഷത്തോളം വരുന്ന അനുയായികൾ പറയുന്നു, ഞങ്ങൾ പിടികൂടാറായി, ഞങ്ങൾക്ക് ഇവിടെ കൊല ചെയ്യപ്പെടാൻ സമയമായി. പക്ഷെ ഇത് പറഞ്ഞപ്പോഴും ചങ്കൂറ്റത്തോടെ ഒരാൾ മാത്രം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ഇതാണ് ആശൂറാന്റെ ഒരു വലിയൊരു സന്ദേശം. 6 ലക്ഷം ആളുകളും പറയുന്നു, ഞങ്ങൾ കൊല ചെയ്യപ്പെടാൻ വേണ്ടി, ഞങ്ങൾ പിടികൂടാൻ വേണ്ടി പോവാണെന്ന് പറയുമ്പോഴും
ഒരാള് കരുത്തുറ്റ വിശ്വാസി അവിടുന്ന് വിളിച്ചു പറയുന്നു, ഒരിക്കലുമല്ല, കല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എന്തും ഒരു വഴി മാർഗമില്ലാതെ നിൽക്കുമ്പോഴും കരുത്തുറ്റൊരു വിശ്വാസവും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അതിനെന്റെ റബ്ബ് കൈവിറ്റവനാണ് എന്നുള്ളൊരു കരുത്തുറ്റുള്ള കാര്യമെന്റെ വിശ്വാസവും അവിടെ രണ്ടും സമഞ്ജസമായി ഏറ്റുമുട്ടുകയാണ്. ഒന്ന് ബലഹീനമായ ശബ്ദമാണെങ്കിൽ മറ്റൊന്ന് കരുത്തുറ്റ ശബ്ദമാണ്. ആ ശബ്ദമാണ് ആ മനുഷ്യൻ ഉയർത്തിയത്. ഒരൊറ്റാള് മാത്രം 6 ലക്ഷം അതിനെതിരെ പറഞ്ഞപ്പോയി നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും കരുത്തുറ്റ കുറിയ മനുഷ്യൻ പറയുന്നു, നമ്മൾ വിജയിച്ചു എന്ന്. മഹാനായ മൂസാ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫൗഹൈനാ ഇലാ മൂസാ നദ്രിബ് ബിഅസാകൽ ബഹർ. ഉടനെ തന്നെ മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, അൻദ്രിബ് ബിഅസാകൽ ബഹർ, താങ്കളെ വടി കൊണ്ട് താങ്കൾ ബഹറിൽ അടിക്കണമെന്ന്. ഫൻഫലക ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം. മൂസാ നബിയോട് പറഞ്ഞതുപോലെ എന്റെ റബ്ബ് എന്നെ രക്ഷിക്കുമെന്നുള്ള കരുത്തുറ്റ വിശ്വാസം ആ വിശ്വാസിയോട് അടിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ ചങ്കടലിലേക്ക് അടിക്കുമ്പോൾ അത് 2 പിളർപ്പാകുമ്പോൾ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം, വലിയ പർവ്വത സമാനമായി 2 പാളികളായി നിൽക്കുകയാണ്. വള്ളം ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ പിന്നിലൂടെ ഓടി വരികയാണ്. അതിന്റെ മറ്റുള്ള ആളുകളെയും നമ്മൾ അവിടേക്ക് എത്തിച്ചു. നമ്മൾ ഇങ്ങോട്ടെത്തിച്ചു അവരെയും. മൂസാ നബിയെയും അനുയായികളെയും 2 പിളർപ്പായപ്പോൾ അതിലൂടെ കടത്തി നമ്മൾ രക്ഷപ്പെടുത്തുകയാണ്. മറ്റുള്ളവരെ നമ്മൾ മുക്കി നശിപ്പിക്കുകയാണ്. ഇതിലൊരു വലിയ ദൃഷ്ടാന്തമുണ്ട്. ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. ഈ ഒരൊറ്റ കരുത്തുറ്റ വിശ്വാസി മാത്രം മഞ്ഞപ്പോൾ എന്ത് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന മുഹറം 10-ന്റെ ദിവസത്തിൽ അന്ന് നൽകിയത്. അതിനുവേണ്ടിയാണ് വിശ്വാസികൾ, അതിന് ശുക്റായിക്കൊണ്ടാണ് വിശ്വാസികൾ നോമ്പ് നിൽക്കുന്നത്. ആ നോമ്പിന്റെ പുണ്യം പറഞ്ഞത് നമ്മളൊക്കെ നോമ്പുകാരായി പള്ളിയിൽ നിന്നത്തെ ഈ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മുമ്പുള്ള തെറ്റുകൾ മുഴുവനും പൊറുക്കപ്പെട്ടു. അപ്പൊ കഴിഞ്ഞ നമ്മൾ കുറച്ച് മുമ്പാ പറഞ്ഞത് അറഫാ ദിവസത്തെ നോമ്പ് അത് അടുത്തതും മുമ്പുള്ളതും ശേഷമുള്ളതും പൊറുക്കപ്പെടുന്നുള്ളത്. പിന്നെ ഇത് മുമ്പുള്ളത് പൊറുക്കാൻ എവിടെ തെറ്റുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, അറഫാ നോമ്പ് മുമ്പുള്ളതും പിമ്പുള്ളതും എന്ത് ചെയ്യും, അത് പൊറുക്കപ്പെടും. അപ്പൊ ഇത് മുമ്പുള്ളതല്ലേ, അത് കഴിഞ്ഞ അറഫാ ദിവസം തന്നെ പൊറുക്കപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യുക്തിക്കനുസരിച്ച് കൊണ്ട് ചോദിക്കുന്ന ആളുകളുണ്ട്. മഹാന്മാർ അന്നേ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത് എന്ന ഒരു തെറ്റുമില്ലെങ്കിൽ അവന്റെ നന്മകളിൽ അല്ലാഹു വർദ്ധനവ് കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പ് നോക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഈ ദിവസം നോമ്പ് നോക്കുകയാണ്. സൂമൂ യൗമ ആശൂറ, നിങ്ങൾ ആശൂറയിൽ നോമ്പ് നോൽക്കണം. യഹൂദികൾ നോൽക്കുന്നുണ്ട്. അതുകൊണ്ട് യഹൂദികളോട് നിങ്ങൾ എതിരാവണം. സൂമു ഖബലഹു യൗമ, നിങ്ങൾ ആശൂറായിന് താസൂറായി നിങ്ങൾ നോമ്പ് നോൽക്കണം. ഔ ബഅദഹു യൗമ, ഇനി ഇന്നലെ നോമ്പ് നോക്കാൻ പറ്റാത്തവർ ആരുമുണ്ടെങ്കിൽ ഇന്ന് മാത്രമായി നോമ്പ് പിടിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇന്ന് മാത്രം അത് ജൂതന്മാരുടെ പണിയാണ്. ഞാൻ അടുത്ത വർഷം വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 9 നോൽക്കുമെന്ന് പറഞ്ഞത് അവനൊരു വ്യത്യാസമാവാനാണ്. ഇനി ഇന്നലെ ആരെങ്കിലും നോക്കാതെ പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും നാളെ നോമ്പ് നോറ്റുകൊണ്ട് യഹൂദികളോട് എതിരാവണമെന്നാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫാന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതുകൊണ്ട് ഈ ദിവസത്തിന്റെ മഹത്വം അങ്ങനെയാണ്. അവസരം നമ്മൾ ഉപയോഗിക്കണം. ഇത് രണ്ടും കൂടെ വരുന്നത് വലിയ സംഭവമല്ലേ. ഞാൻ പറഞ്ഞില്ലേ, രണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ ഈ ചക്കരമാർക്കുന്നിന്റെ മുകളിൽ തേമായി വർഷിക്കുമ്പോൾ അതിന്റെ മാധുര്യം നുകരാൻ ഇനി അതിലേറെ പറയാനുണ്ട്. ഈ പുണ്യമുള്ള വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ആശൂറാവും അതുപോലെ വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ വെള്ളിയാഴ്ചയും ഒരുമിച്ച് കൂടി അന്ന് ചെയ്യുന്ന അമലുകൾക്ക് വലിയ പുണ്യമാണ്. ആ പുണ്യങ്ങൾക്ക് വണ്ണം വലിയതാണ്, അതിന്റെ ഗൗരവം കൂടിയതാണ്, തെറ്റുകൾക്ക് വലിയ ശിക്ഷയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആൻ പറഞ്ഞല്ലേ,
ആളുകൾ എന്നോട് ചോദിക്കും, എൻ്റെ അടിമകൾ, അവരോട് പറയണം, ഇന്നി ഖരീബ്, ഞാൻ അടുത്തുള്ളവനാണെന്ന് അവരോട് പറയണം. എന്നിട്ട് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, എന്നോട് അവൻ ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഞാൻ അവന് ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം ഞാൻ അവന് നൽകുന്നതാണ് എന്ന് അല്ല പറയാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഉത്തരം കിട്ടുന്ന സമയമുണ്ടല്ലോ. എപ്പോഴാണെങ്കിലും ആ സമയത്തോട് യോജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന നിരരാവണം. ഇന്ന് മഗ്‌രിബ് വരെ സമയമുണ്ട്, കഴിഞ്ഞിട്ടില്ല. നമ്മൾ എത്ര ആളുകളായി ഇവിടെ ഇരിക്കുന്ന രോഗികളും ഡോക്ടർമാരെ കാണിക്കുകയും ട്രീറ്റ്മെന്റ് ചെയ്യുകയും വേണം. അതോടനുബന്ധിച്ചുകൊണ്ട് ഐസിയുവിൽ കിടക്കുകയാണെങ്കിലും അവിടെ നിന്ന് ദിക്ർ ചൊല്ലിയും പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ രോഗശമനത്തിന് വേണ്ടി ജഗനിയന്താവായ ഉദൂനി യസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ അതിന് മറുപടി നൽകുമെന്ന് പറഞ്ഞ തമ്പുരാൻ ഞാൻ നിങ്ങളെ ദൂരെയല്ല. അതുകൊണ്ട് യാ അല്ലാഹ് എന്ന് വിളിക്കുന്നത് പോലും ചില ആളുകൾക്ക് വെറുപ്പാണ്. യാ അല്ലാഹ് എന്ന് വിളിക്കണമെന്ന്. യാ എന്ന് പറഞ്ഞാൽ കുറെ ദൂരമുള്ള എന്ന് വിളിക്കല്ലേ. അല്ലാഹ് ഖരീബാണ് അല്ലാഹു ഉജീബു ദഅവത്തദ്ദാഇ. അതുകൊണ്ട് അല്ലാഹ് എന്നുള്ള വിളിയാണ്. ഞാൻ രോഗിയാണെന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവോട് പറയാൻ നിങ്ങൾക്ക് പറ്റിയ ദിവസം ഇതാണ്. നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ നിൽക്കുന്നവരാണ്. കുട്ടികൾ രോഗികളുള്ളവരുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട്, കുട്ടിയുടെ കല്യാണമുണ്ട്, ആണിനും പെണ്ണിനും ഒക്കെയുണ്ട്. ഇതൊക്കെ നല്ല രീതിയിലാവണമെന്ന് പടച്ചോനോടൊന്ന് പറയാൻ, അള്ളാഹിനോടൊന്ന് പറയാൻ, ഇതുപോലെ രണ്ടും സമഞ്ജസമായി സമ്മേളിക്കുന്ന പവിത്രമായ ദിനരാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉത്തരം കിട്ടപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ള ബോധമാണ് ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതം അങ്ങ് ദൈനംദിനമായി പോവാൻ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ അത് മരിച്ചുപോയി, നാളെ ഒന്നും പ്രതീക്ഷയില്ല. ഇന്നുള്ളതാണെങ്കിലോ ഇത് വെന്റിലേറ്ററിൽ ഇങ്ങനെ ശ്വാസോച്ഛ്വാസം നടത്തി ഇങ്ങനെ പോവാൻ, ഒന്ന് കിട്ടിയാൽ ഒന്ന്, കിട്ടിയത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് അള്ളാഹുവോടൊന്നും പറയാനില്ലേ? അള്ളാഹുവോട് ചോദിക്കാനില്ലേ ഒന്നും? അള്ളാഹ് പറയുന്നത് എന്നോട് ചോദിച്ചോളൂ, മറുപടി ഞാൻ നിങ്ങൾക്ക് തരും. പിന്നെയോ നമുക്കൊക്കെ മരിക്കണ്ടേ? മരണപ്പെടുമ്പോ എവിടെ വെച്ചുകൊണ്ട് മരിക്കണമെന്ന് താല്പര്യം ഉണ്ടാവൂലേ? നമ്മളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യും, മക്കയിലോ മദീനയിലോ മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും. അതൊരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കി അവനവന്റെ ആഗ്രഹങ്ങൾ ഓരോന്നുണ്ടാകും. ചില ആളുകൾക്ക് അല്ലാതെയും ഉണ്ടാകും. അത് മരിക്കുമ്പോൾ എനിക്ക് ഈമാൻ കിട്ടി മരിക്കണമെന്നും അള്ളാഹുവേ മരണം നല്ല രീതിയിലാക്കണമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു സമയം കിട്ടുന്നെങ്കിൽ ഈ കാണുന്ന രണ്ടും കൂടെ സമഞ്ജസമായി സമ്മേളിക്കുന്ന പുണ്യദിന രാത്രങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് കബറിലേക്ക് പോകേണ്ടവരാ നമ്മൾ, കബറിൽ കിടക്കേണ്ടവരാ നമ്മൾ, പരലോകം കാണേണ്ടവരാ നമ്മൾ. നമുക്കിനി എന്തൊക്കെ കാണാനുണ്ട്, അതേക്കുറിച്ചൊന്നും നമുക്ക് ആശങ്കയില്ലേ? ഒരു ഗൾഫിലേക്ക് ഒരു യാത്ര നടത്തുമ്പോൾ നമുക്ക് പല ആശങ്കകളുമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമ്മൾ നോക്കും. സാധാരണയായി വിളിക്കേണ്ടവരോടും ചോദിക്കേണ്ടവരും മുഴുവനും നമ്മൾ സകല വിഷയങ്ങളെ കുറിച്ചും അന്വേഷണം നടത്തിയിട്ടാണ് ഒരു ചെറിയ യാത്ര പോലും വിദേശത്തേക്ക് നടത്തുന്നത്. അവിടെ പോയാൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. എന്താ കാര്യം? ഒരു ചെറിയ യാത്രയിൽ അവർ വേണ്ടത് മുഴുവനും മുൻകൂട്ടി അവന് തയ്യാറാക്കാൻ സന്നദ്ധനാണെങ്കിൽ സ്വന്തം ജീവിതവും, അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള മരണവും, അതിന് ശേഷമുള്ള മഹ്ശറും മറ്റുള്ളതും ഖബറും മുഴുവനും കാണാനിരിക്കുന്ന ഇഷ്ടം പോലെ ദീർഘമായ യാത്ര ചെയ്യാനുള്ള വിശ്വാസികൾ എന്തൊക്കെ പടച്ച തമ്പുരാനോട് ചോദിക്കാനുണ്ട്. പക്ഷെ ആര് ചോദിക്കുന്നുണ്ട്? റബ്ബിനോട്. നമ്മളൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറ, നമുക്കൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ സമയമുള്ളത്? നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ പോയി. ഇങ്ങനെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ കഴിവ് കെട്ടവനെന്ന് പറയുന്നത് അള്ളാഹിനോട് ദുആ ചെയ്യാൻ മടി കാണിക്കുന്നവനാണ്, ലുബ്ധത കാണിക്കുന്നവനാണ്, ബഖീൽ തരം കാണിക്കുന്നവനാണ്. നമ്മളെ കാര്യം കാണുമ്പോൾ പറയും, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറയും. നിങ്ങൾ ദുആ ചെയ്യണം. ഓ പണി ഏൽപ്പിക്കാൻ വേറെ ആളെ, അവനാന്റെ കാര്യം അവനാണ് ഏൽപ്പിക്കണം, വസിയത്ത് ചെയ്യണം, അത് ശരിയാണ്. അതോടുകൂടി സ്വന്തം അത് ചെയ്യാൻ അവന് സാധ്യമാവണം. അതിന് പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പിന്നീടോ ഈ മുഹറം 10 2 കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ചരിത്രങ്ങൾ തുടികൊള്ളുകയാണ്. ഇഷ്ടംപോലെ ചരിത്രങ്ങളാണ്. വലിയൊരു ചരിത്രമെന്ന് പറയുന്നത്
ധിക്കാരികളുടെ പതനമാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ധിക്കാരികളുടെ പതനമാണ്. ആ ധിക്കാരികൾ ഇഷ്ടം പോലെ ലോകത്ത് വന്ന ധിക്കാരികൾ പലരുടെയും പതനം സംഭവിച്ചത് ഈ ദിവസത്തിലാണ്. ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവൻ ചങ്കലിൽ വരെ വന്നു. അവസാനം ആമന്തു ബിറബ്ബി മൂസ എന്ന് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴാണോ മരണം മുഖാമുഖം കണ്ടപ്പോഴാണോ എന്ന് ചോദിച്ചത് തള്ളി പടച്ച തമ്പുരാൻ. അവിടെ വെച്ചുകൊണ്ട് അവൻ കാല് പിടിച്ചു. ശരിയാണ്. നോക്കൂ നിങ്ങൾ, ഏത് വൻ ശക്തിക്കും ഒരവസാനമുണ്ടോ എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ആശൂറ നൽകുന്നത്. ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ അങ്ങോട്ട് പോകുകയാണ്, അങ്ങോട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ധിക്കാരികളുടെ പതനം. ഏത് ധിക്കാരിക്കും ഒരവസാനമുണ്ട്. ഏത് അധികാരികളുടെയും മുകളിൽ ഒരു തമ്പുരാനുണ്ട് എന്നുള്ള ബോധവും ഈ ആശൂറാന്റെ ബോധമാണ്. ഏത് സന്ദർഭത്തിൽ കര എതിരാവുമ്പോഴും കടൽ ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്കിതിലൂടെ നൽകുന്നത്. നോക്കൂ നിങ്ങൾ, നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ ഓരോ വിഷയങ്ങളും. ഹോർമസ് കടലൊഴുക്കെന്ന് പറയുന്നത് ഇന്നത് വലിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. കടലിലാണ് പിടിച്ച് ചങ്ക് പിടിക്കുന്നത്. ഓരോ സംഭവങ്ങളാണ്. ലോകത്തവൻ ശക്തികൾ എന്ന് പറയുന്നവർ അമ്പെ പരാജയപ്പെട്ടതും ഈ കടലിടുക്കിലാണോ എന്നുള്ള ബോധം ഈ കാണുന്ന കടലിൽ മുങ്ങി നശിച്ചു പോയി ധിക്കാരിയായ ഫറോവയുടെ ചരിത്രവും ഇത് രണ്ടും തുലനം ചെയ്തു നോക്കുമ്പോൾ സാദൃശ്യമുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ എത്ര വലിയ സംഭവം നടന്നാലും രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കിതിലൂടെ തരികയാണ്. ഏത് ആകാശമുക്തയുള്ള അഗ്നിജ്വാലയുണ്ടെങ്കിലും അത് തണുപ്പിക്കാൻ ഒരുത്തനെന്നുള്ള ബോധം നമുക്ക് ഈ ദിവസം തരികയാണ്. മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ടാൽ പോലും അതിന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് എന്നുള്ള വലിയ സന്ദേശം ഈ ആശൂറ നമുക്ക് നൽകുകയാണ്.